ഇതുവരെ ഇറങ്ങിയ സൂപ്പർ ഹിറ്റ് സിനിമകളും ഇറങ്ങാനിരിക്കുന്ന വലിയ പ്രൊജക്ടുകളുമായി മോളിവുഡ് ഇൻഡസ്ട്രിയും കേരളത്തിലെ തിയേറ്റർ മേഖലയും വമ്പൻ കുതിപ്പാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ചെറിയ ബഡ്ജറ്റിൽ നിന്ന് പോലും വലിയ ഹിറ്റുകൾ സൃഷ്ടിക്കുന്നു. വലിയ ബഡ്ജറ്റ് സിനിമകൾ അതിന് ഇരട്ടി അടക്കം നേടിക്കൊണ്ട് ചരിത്രം തിരുത്തി കുറിക്കുന്നു. എന്നാൽ എപ്പോഴും വലിയ സിനിമാ പ്രൊജക്ടുകൾക്ക് പേരുകേട്ട ടോളിവുഡ് ഇൻഡസ്ട്രിയും അവിടുത്തെ തിയേറ്റർ മേഖലയും സാമ്പത്തികമായി കൂപ്പുകുത്തിക്കൊണ്ടിരിക്കുകയാണ്. സംഭവം മറ്റൊന്നുമല്ല, തെലങ്കാനയിലെയും ആന്ധ്രയിലെയും നിരവധി തിയേറ്ററുകളാണ് ആവശ്യത്തിന് വലിയ സിനിമകളില്ലാത്തതിനാൽ ഇപ്പോൾ അടച്ചിട്ടിരിക്കുന്നത്. സൗത്ത് ഇന്ത്യയിൽ മോളിവുഡ് കോളിവുഡ് ഇൻഡസ്ട്രികളെക്കാളും കൊമേഴ്ഷ്യൽ ബിഗ് ബഡ്ജറ്റ് സിനിമകൾ എടുക്കാറുള്ളതും ഹിറ്റാകാറുള്ളതും അങ്ങ് ടോളിവുഡിലാണ്. പാൻ ഇന്ത്യൻ സിനിമകളുടെ തുടക്കം പോലും ബിഗ് ബഡ്ജറ്റ് തെലുങ്ക് ചിത്രമായ ബാഹുബലിയിൽ നിന്നാണ്. എന്നാൽ അതേ ഇൻഡസ്ട്രിയിലെ തിയേറ്ററുകൾ തന്നെയാണ് ഇപ്പോൾ ഈ പ്രശ്നം നേരിടുന്നത്. കഴിഞ്ഞ വെള്ളിയാഴ്ച മുതൽ തെലങ്കാനയിലെയും ആന്ധ്രയിലെയും നിരവധി സിംഗിൾ സ്ക്രീൻ സിനിമാ തിയേറ്ററുകളാണ് 10 ദിവസത്തേക്ക് അടച്ചിട്ടിരിക്കുന്നത്. ആവശ്യത്തിന് വലിയ സിനിമകൾ ഇല്ലാത്തതാണ് പ്രധാന കാരണം. ഇന്ത്യയിൽ തന്നെ ഏറ്റവും അധികം സിംഗിൾ സ്ക്രീൻ തിയേറ്ററുകളുള്ള സിനിമാരംഗം കൂടിയാണ് ടോളിവുഡ്. തെലങ്കാനയിൽ മാത്രം 450 സിംഗിൾ സ്ക്രീൻ സിനിമാ തിയേറ്ററുകളുണ്ട്. അതിൽ 150 എണ്ണം ഗ്രേറ്റർ ഹൈദരാബാദിലാണ്. ഇവയിൽ വലിയൊരു ശതമാനം തിയേറ്ററുകളുമാണ് ഇപ്പോൾ താൽക്കാലികമായി അടച്ചിട്ടിരിക്കുന്നത്. ബ്ലോക്ക് ബസ്റ്റർ സിനിമകളുടെ റിലീസുകളില്ലായ്മ, വേനൽ ചൂട്, IPL ക്രിക്കറ്റ് മത്സരങ്ങൾ, തിരഞ്ഞെടുപ്പ് ഇതൊക്കെ കാരണം തിയേറ്റർ നടത്തിപ്പ് വലിയ നഷ്ടത്തിലാണെന്നാണ് തിയേറ്റർ എക്സിബിറ്റർമാർ പറയുന്നത്. ചെറിയ നഗരങ്ങളിലെ സിംഗിൾ സ്ക്രീൻ തിയേറ്ററുകൾക്ക് ഏകദേശം 10,000 മുതൽ 12,000 രൂപ വരെ ഒരു ദിവസം പ്രവർത്തന ചെലവ് വരും. വലിയ നഗരങ്ങളിലേക്ക് പോകുമ്പോൾ അത് 15,000 മുതൽ 18,000 രൂപ വരെയും കൂടും. ഇപ്പോഴത്തെ വരുമാനത്തിൽ ഈ ചിലവ് വലിയ നഷ്ടമാണ്. കാരണം ഇത്തരം തിയേറ്ററുകളിൽ ഒരു ദിവസം കിട്ടുന്നത് 4,000 രൂപയിലും താഴെയാണ്. അപ്പോൾ ഒരു തിയേറ്റർ അടച്ചിട്ടാൽ ദിവസം 4,000 രൂപ നഷ്ടം വരാനാണ് സാധ്യത. പക്ഷേ ഇപ്പോഴത്തെ അവസ്ഥയിൽ ഒരു സിനിമ പ്രദർശിപ്പിച്ചാൽ 6,000-ഓ 7,000-ഓ രൂപ നഷ്ടമാകുമെന്നാണ് തിയേറ്റർ എക്സിബിറ്റർമാർ പറയുന്ന കണക്ക്. ടില്ലു സ്ക്വയർ, ഹനുമാൻ, ഗുണ്ടൂർകാരം എന്നിവയൊക്കെയാണ് ഈ വർഷം തെലുങ്കിൽ നിന്ന് വന്ന് കൊമേഴ്ഷ്യലി ഹിറ്റായ വലിയ സിനിമകൾ. ബാക്കി സിനിമകളെല്ലാം തന്നെ ഇൻഡസ്ട്രിയിൽ വലിയ മാറ്റം കൊണ്ടുവരാൻ തക്ക വിജയമൊന്നും നേടിയിരുന്നില്ല. തിയേറ്ററുകൾ താൽക്കാലികമായി അടച്ചിട്ടിട്ടുണ്ടെങ്കിലും വരാനിരിക്കുന്ന ചില സിനിമകൾ ടോളിവുഡ് പ്രതീക്ഷ വയ്ക്കുന്നുണ്ട്. പ്രഭാസ് നായകനായ കൽക്കി, ഇന്ത്യൻ സിനിമയുടെ 2ാം ഭാഗമായി വരുന്ന കമൽഹാസന്റെ ചിത്രം ഇന്ത്യൻ 2, ആഗസ്റ്റ് മാസത്തിൽ റിലീസിനൊരുങ്ങുന്ന അല്ലു അർജുന്റെ പുഷ്പ 2, NTRന്റെ ആക്ഷൻ ഡ്രാമ ചിത്രം ദേവര പാർട്ട് 1 എന്നീ വലിയ ചിത്രങ്ങളിലാണ് തിയേറ്ററുകളുടെ ഇനിയുള്ള പ്രതീക്ഷ. എന്റർടൈൻമെന്റ് ഡെസ്ക്, മൂവി വേൾഡ് മീഡിയ.